നമുക്കിപ്പോൾ പി വി കുട്ടനിലേക്ക് കൂടി പോകാം. കുട്ടൻ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? എന്താണ് ഇന്നത്തെ നിൽക്കുന്ന പോളിംഗ് ബൂത്തിലെ തെരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ട വിവരങ്ങൾ? ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയായ മലയോര മണ്ഡലമായ പേരാവൂരിലാണ്. കനത്ത മത്സരം നടക്കുന്ന മണ്ഡലം കൂടിയാണ്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഒരു ഭാഗത്ത് UDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുമ്പോൾ മണ്ഡലം തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി പിടിച്ചെടുക്കുന്നതിന് വേണ്ടി CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയുമായ KK ശൈലജ ടീച്ചറെയാണ് LDF നിയോഗിച്ചിരിക്കുന്നത്. ശൈലജ ടീച്ചർ നേരത്തെ നമ്മളോട് വിജയപ്രതീക്ഷകളൊക്കെ പങ്കുവച്ചിരുന്നു. ഇപ്പോൾ നമ്മോടൊപ്പം CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്, സംസ്ഥാന കമ്മിറ്റി അംഗം പനോടി വത്സൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ പേരാവൂരിൻ്റെ ഒരു ബൂത്തിന് പുറത്ത് നമ്മളൊപ്പം ചേരുന്നുണ്ട്. കേൾക്കാർ എങ്ങനെയാണ് ഈ LDF-ൻ്റെ ഒരു മൂന്നാം ഭരണത്തിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിക്കേണ്ട ഒരു ജില്ല കണ്ണൂരാണ്. കഴിഞ്ഞ തവണയൊക്കെ അങ്ങനെയായിരുന്നു. വലിയ മുന്നേറ്റം നടത്തുന്ന ജില്ലയാണ്. CPIM-ന്റെ ഏറ്റവും കരുത്തുറ്റ കേന്ദ്രമാണ്. ഇത്തവണ എങ്ങനെയായിരിക്കും പൊതുവിൽ കണ്ണൂരിൻ്റെ റിസൾട്ട്? കഴിഞ്ഞ തവണ LDF-ന് 9 സീറ്റുകളാണ് ലഭിച്ചിരുന്നത്. ഇത്തവണ അതിനേക്കാൾ കൂടുതൽ സീറ്റ് നേടി നില മെച്ചപ്പെടുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞങ്ങൾ ഇത്തവണ പേരാവൂർ മണ്ഡലം പിടിച്ചെടുക്കാൻ പോവുകയാണ്. അതിന് പറ്റുന്ന എല്ലാ അന്തരീക്ഷവും ഇവിടെയുണ്ട്. ഇവിടെ മത്സരിക്കുന്നത് കേരളത്തിൽ നിന്ന് മാത്രമല്ല രാജ്യമാകെ പൊതു സ്വീകാര്യതയുള്ള ഒരാളാണ്. ശൈലജ ടീച്ചർ ഇവിടെ മത്സരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പേരാവൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം 15 വർഷക്കാലമായി ഇവിടെ MLA ആയി തുടരുന്ന ഇപ്പോൾ ഉള്ള KPCC പ്രസിഡന്റ് ഒരു കാര്യവും മണ്ഡലത്തിന് വേണ്ടി ചെയ്തിരുന്നില്ല. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ രാജ്യത്താകെ കേരളത്തിലാകെ വികസനത്തിൻ്റെ ഒരു വലിയ വിപ്ലവം തന്നെയാണ് നടന്നത്. 1 ലക്ഷം കോടി രൂപയുടെ കിഫ്ബി പദ്ധതികൾ കേരളത്തിലാണ് നടപ്പിലാക്കി. ആ പദ്ധതിയുടെ നേട്ടം സംസ്ഥാനത്താകെ പൊതുവിലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ റോഡുകൾ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പാലങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സ്കൂൾ കെട്ടിടങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ട്, ആശുപത്രി കെട്ടിടങ്ങൾ മെച്ചപ്പെട്ടു. അത് പൊതുവിൽ സംസ്ഥാനത്താകെ നടന്നിട്ടുള്ളതാണ്. എന്നാൽ ഒരു മണ്ഡലം എന്നുള്ള നിലയിൽ തനതായി എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനം ഈ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് നടത്താൻ ഇവിടെയുള്ള MLA-ക്ക് കഴിഞ്ഞിരുന്നില്ല. അതിവിടെ ആകെ ചർച്ചയായിട്ടുണ്ട്. മറ്റ് സമീപ മണ്ഡലങ്ങളിലൊക്കെ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ, ഇപ്പോൾ ടീച്ചർ നേരത്തെ റെപ്രസെൻ്റ് ചെയ്തിരുന്ന മട്ടന്നൂർ മണ്ഡലം അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട പദ്ധതികൾ വന്നു. എന്നാൽ അങ്ങനെയുള്ള ഒരു പദ്ധതിയും വന്നില്ല എന്നുള്ള വികസന മുരടിപ്പിൻ്റെ ഒരു പ്രശ്നം, അതുപോലെ തന്നെ ടീച്ചറുടെ സ്വീകാര്യത, അതിനെല്ലാം ഉപരി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പിലാക്കുന്ന നിരവധിയായ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ഒത്തുവരുന്ന സമയത്ത് നല്ല ഭൂരിപക്ഷത്തോടുകൂടി പേരാവൂർ മണ്ഡലം ഇടതുപക്ഷത്തിന് ജയിക്കാൻ കഴിയും. കേൾക്കാറ് ഇപ്പോൾ കണ്ണൂരിൻ്റെ പൊതു രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഈ തളിപ്പറമ്പും പയ്യന്നൂരൊക്കെ കേരളം ആകെ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ എന്താണ് LDF-ൻ്റെ ഒരു പ്രതീക്ഷ? തളിപ്പറമ്പിൽ ഇപ്പോൾ ഞങ്ങൾ നേരത്തെ ഉള്ള പോലെ തന്നെ നല്ല നിലയിൽ ജയിക്കും. യഥാർത്ഥത്തിൽ ഞങ്ങളെ കൂടെ നിന്ന ഒരാൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നേരെ മറുകണ്ഠം ചാടിയ ആളാണല്ലോ TK ഗോവിന്ദ മാഷ്. സാധാരണ നിലയിൽ കമ്മ്യൂണിസ്റ്റുകാർ അത്തരമൊരു നിലപാട് സ്വീകരിക്കില്ല. ഇപ്പോൾ പാർട്ടി കമ്മിറ്റിക്കകത്ത് ചർച്ച ചെയ്യുന്ന സമയത്ത് തന്നെ UDF-ൻ്റെ ഇപ്പോൾ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആൾ എന്നെ എന്തുകൊണ്ടാണ് സ്ഥാനാർത്ഥിയാക്കാത്തത് എന്നാണ് ചോദിച്ചത്. അത് അദ്ദേഹം പരസ്യമായി പത്രസമ്മേളനത്തിൽ ചോദിക്കുന്നത് കണ്ടു. സാധാരണ കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാറില്ല, പക്ഷേ ഇത് ഉപയോഗിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അങ്ങനെ ഒരാളെയാണ് ഇപ്പോൾ UDF പേറി നടക്കുന്നത്. അതിൻ്റെ ഒരു ക്ഷീണം യഥാർത്ഥത്തിൽ ഇപ്പോൾ UDF-നാണ്. UDF-നകത്തുള്ള UDF-ൻ്റെ ഒരു KPCC മെമ്പർ തന്നെ അവരെ ഉപേക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ റബലായിട്ട് അവിടെ മത്സരിക്കുകയാണ്. അപ്പോൾ TK ഗോവിന്ദ മാഷയുടെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിനെയാണ് കുഴപ്പത്തിലാക്കിയിട്ടുള്ളത്, ഞങ്ങളെയല്ല. ഞങ്ങളവിടെ വലിയ ഭൂരിപക്ഷം ജയിക്കാൻ വേണ്ടി പോവുകയാണ്. അവസരവാദത്തിൻ്റെ ചളിക്കുണ്ടിലാണ് അദ്ദേഹം. അതിന് നല്ല മറുപടി തളിപ്പറമ്പിലെ ജനത നൽകാൻ വേണ്ടി പോകുന്നത്. തളിപ്പറമ്പ് മണ്ഡലം എന്ന് പറയുന്നത് ഇപ്പോൾ കർഷക സംഘമൊക്കെ രൂപീകരിച്ച മണ്ണാണ് തളിപ്പറമ്പ്. മൊറാഴ സമര പോരാട്ടം നടന്നിട്ടുള്ള മണ്ണാണ് തളിപ്പറമ്പ്. കണ്ടക്കൈ സമരം ഉൾപ്പെടെയുള്ള ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള സമരം നടന്ന മണ്ണാണ്. അപ്പോൾ അവിടെ ആ ഒരു സമര പാരമ്പര്യത്തിൻ്റെ മണ്ണിൽ ഇത്തരത്തിലുള്ള അവസരവാദത്തെ ഒരു കാരണവശാലും അവിടെയുള്ള ജനങ്ങൾ വെച്ചു പൊറുപ്പിക്കില്ല. ശക്തമായി തന്നെ അവിടെയുള്ള ജനങ്ങൾ ഈ അവസരവാദ രാഷ്ട്രീയത്തിനെതിരായിട്ട്, പാർലമെൻ്ററി അവസരവാദത്തിൻ്റെ ചെളിക്കുണ്ടിൽ നിന്ന ഒരാൾക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള പ്രതികരണം നടത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പയ്യന്നൂർ സമാന സാഹചര്യമാണ്. പയ്യന്നൂർ വ്യക്തിപരമായി ഉണ്ടായിട്ടുള്ള ഒരു വിദ്വേഷം, അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഉയർത്തിക്കൊണ്ടുവന്നുള്ള ആക്ഷേപം, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകം തന്നെ പരിശോധിക്കുക, പരസ്പര വൈരുദ്ധ്യമാണ്. ആ പുസ്തകത്തിൽ പറഞ്ഞ കാര്യമല്ല ഇപ്പോൾ പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പരസ്പര വൈരുദ്ധ്യം പുസ്തകം നേരത്തെ എഴുതിയെന്നുള്ളതുകൊണ്ട് അതിനേക്കാൾ അപ്പുറം വേറെ ചില കാര്യങ്ങൾ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ആളുകൾക്ക് മനസ്സിലാവുമല്ലോ കാര്യം.
വ്യക്തിവിദ്വേഷം വളർന്ന് പാർട്ടിക്കകത്ത് ആ വിഷയം ഉന്നയിച്ചപ്പോൾ പാർട്ടി പരിശോധിച്ചപ്പോൾ വളരെ തെറ്റായ കാര്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നതെന്ന് പാർട്ടിക്ക് ബോധ്യമായി. പക്ഷേ അദ്ദേഹത്തിന് ബോധ്യമാവുന്നില്ല. അതിൻ്റെ പേരിൽ ആ വിദ്വേഷമാണ് ഇദ്ദേഹത്തിൻ്റെ നിലപാടിൻ്റെ കൂടെ നിൽക്കാതെ പാർട്ടിയോടുള്ള പാർട്ടി വിരുദ്ധമായ നിലപാടിലേക്ക് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ പാർട്ടി ശത്രുക്കളുടെ കയ്യിൽ കോടാലി കൈയായി ഇദ്ദേഹം മാറിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഉന്നയിക്കപ്പെടുന്ന വിഷയം എന്തായിരിക്കും? ഇപ്പോൾ ഇതുവരെയായിട്ട് UDF-ൻ്റെ സ്ഥാനാർത്ഥി പയ്യന്നൂരിൽ ജയിച്ചു കഴിഞ്ഞാൽ നാടിന് വേണ്ടി ഇന്നത് ചെയ്യും, ഇന്ന് വികസന പ്രവർത്തനം നടത്തും എന്ന് ഇതുവരെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവിടെ TI മസൂദൻ എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാവിനെതിരായിട്ടുള്ള വ്യക്തിവിദ്വേഷമല്ലാതെ നാടിൻ്റെ വികസനത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഒരാളുടെ വ്യക്തിവിദ്വേഷം തീർക്കാനുള്ളതല്ല തെരഞ്ഞെടുപ്പ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന ജനമാണ് പയ്യന്നൂരിലെ ജനങ്ങൾ. പയ്യന്നൂരിലെ ജനങ്ങളെന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വലിയ സമര പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടു വന്നിട്ടുള്ള മണ്ണാണല്ലോ പയ്യന്നൂരിലെ മണ്ണ്. അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിട്ടുള്ള പാർട്ടി നേതൃത്വം എന്ന് പറഞ്ഞാൽ ABയെ പോലുള്ള എത്രയോ നേതാക്കന്മാർ നയിച്ചിട്ടുള്ള മണ്ണാണല്ലോ പയ്യന്നൂരിലെ മണ്ണ്. അപ്പോൾ വലിയ പാരമ്പര്യമുള്ളൊരു മണ്ണാണ്. ആ മണ്ണിലാണ് UDF-ൻ്റെ കൂടെ നിന്ന് കോൺഗ്രസിൻ്റെ കൂടെ നിന്ന് V കുഞ്ഞികൃഷ്ണൻ ഇടതുപക്ഷത്തിനെതിരായി രംഗത്ത് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഞങ്ങളെ തിരുത്തിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ള V കുഞ്ഞികൃഷ്ണൻ ഇപ്പം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഏത് പണം ഉപയോഗിച്ചിട്ടാണ്? അവിടെ ഏതെങ്കിലും വീട്ടിൽ പോയിട്ട് കുഞ്ഞികൃഷ്ണനോ അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്നവരോ ഒരു ഉറുപ്പിക എവിടെയും സംഭാവന ശേഖരിച്ചിട്ടില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചരണം സോഷ്യൽ മീഡിയയിലൂടെയും പുറത്തുകൂടെയും വലിയ നിലയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നുണ്ട്. അത് എവിടെ നിന്നുള്ള ഫണ്ടാണ്? ആ ഫണ്ട് കേരളത്തിലാകെ ഇപ്പോൾ UDF ഉപയോഗിക്കുന്നത്, കോൺഗ്രസ് ഉപയോഗിക്കുന്നത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽപ്പെട്ട ആളുകളുടെ പേര് പറഞ്ഞ് പിരിച്ചിട്ടുള്ള കോടികളുണ്ട്. ആ കോടികൾ ഉപയോഗിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം. അതിൻ്റെ പങ്ക് പറ്റുന്നയാളാണ് V കുഞ്ഞികൃഷ്ണൻ. ആ V കുഞ്ഞികൃഷ്ണനാണ് പാർട്ടിയെ തിരുത്താൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നത്. നിങ്ങൾ ആലോചിക്കുക, അതിൻ്റെ പങ്ക് പറ്റുന്ന കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരായിട്ടുള്ള തട്ടിപ്പുകാരായിട്ടുള്ള ഈ നമ്മുടെ സ്വരാജ് പറഞ്ഞ വാക്കുപയോഗിക്കുന്നതാണെങ്കിൽ ശവന്തൂക്കുകാരുടെ കൂടെ നിന്നുകൊണ്ടാണ് പാർട്ടിയെ തിരുത്താൻ വേണ്ടി ഇദ്ദേഹം പുറപ്പെടുന്നത്. ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന മണ്ണാണ് പയ്യന്നൂരിൻ്റെ മണ്ണ്. അപ്പോൾ കണ്ണൂർ ജില്ലയിൽ വലിയ വിജയം നേടുമെന്നാണ് KK രാഗേഷ് പറഞ്ഞപ്പോൾ പനോളി വാത്സൻ CPM സംസ്ഥാന കമ്മിറ്റി അംഗം, കർഷക സംഘം സംസ്ഥാന സെക്രട്ടറിയുമാണ്. പേരാവൂരിൻ്റെ ചുമതലയിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളിൽ നിൽക്കുന്നു. പേരാവൂർ ഇത്തവണ ചുവക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഞങ്ങൾ പേരാവൂർ അസംബ്ലി മണ്ഡലത്തിൽ ശൈലജ ടീച്ചറുടെ വിജയത്തിന് വേണ്ടി നടത്തിയ മുന്നൊരുക്കങ്ങൾ വളരെ വിജയകരമായി പൂർത്തിയാക്കാനാവുമെന്നാണ് പോളിംഗ് ആരംഭിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വിദേശത്ത് നിന്നുൾപ്പെടെ രാജ്യത്തിൻ്റെ നാനാഭാഗത്തുമുള്ള LDF വോട്ടർമാർ ഈ മണ്ഡലത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 100% വോട്ടും പോൾ ചെയ്യിക്കാനുള്ള സംഘടനാ സംവിധാനവും ഈ മണ്ഡലത്തിൽ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. നല്ല വിജയം ഈ മണ്ഡലത്തിൽ LDF-നുണ്ടാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. അപ്പോൾ ഇതാണ് CPM-ന്റെ നേതാക്കൾ പങ്കുവെക്കുന്ന പ്രതീക്ഷ. വലിയ വിജയം ഇവിടെ പേരാവൂരുണ്ടാകും. അതോടൊപ്പം കണ്ണൂർ ജില്ലയിൽ കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുക്കുമെന്നും നേതാക്കൾ പറയുന്നു. സിന്ധൂരി. ശരി, PV കുട്ടൻ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിനോട് പ്രതികരിച്ച നേതാക്കൾ പറഞ്ഞതുപോലെ തന്നെ പേരാവൂരിൽ ഇടതുപക്ഷത്തിന്റെ വിജയം സുനിശ്ചിതമാണ്. അതിനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും അവിടെ നടക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും കൃത്യമായ തെളിവുകളാണ് ഈ പോളിംഗ് ദിവസം അവിടെ നിന്നും ലഭിക്കുന്നത് എന്നുള്ളതാണ് അവിടുത്തെ നേതാക്കൾ നമ്മളോട് ഇപ്പോൾ CPM ഇടതുപക്ഷ നേതാക്കൾ പങ്കുവെച്ചത്.